ഹലോ ഗൈസ്, അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ബൈക്ക് വാഷിംഗ് വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ ബൈക്ക് പൾസർ 150. വണ്ടിയിൽ കുറേ ഡസ്റ്റും കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ അത്രത്തോളം കാണുവാൻ സാധിക്കുന്നില്ല. എന്നാലും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. സോ വാഷിങ്ങിനായി എടുത്തിരിക്കുന്നത് 2 ബക്കറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഷാംപൂ, മൈക്രോ ഫൈബർ ക്ലോത്ത്സ്, പിന്നെ 2 ബ്രഷസ്. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ വണ്ടി നല്ലവണ്ണം വാഷ് ചെയ്യുക എന്നാണ്. എല്ലാ ഭാഗത്തും നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇത് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ നിൽക്കരുത്, അത് സ്ക്രാച്ച് ഉണ്ടാക്കും. മാക്സിമം നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് തന്നെ എല്ലാ ഭാഗത്തും കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വാഷിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ ബൈക്ക് എല്ലാ വീക്കിലും കഴുകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയിലെ റെസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഈവൻ ആഫ്റ്റർ 22 ഇയേഴ്സ് വണ്ടി 2,85,000 എബവ് റൺ ചെയ്തു. ഇതുവരെ നോ പ്രോബ്ലം. വണ്ടി വാഷിംഗ് എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് എ മെയിൻ്റനൻസ്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക, ഇതുകൊണ്ട് ബെനിഫിറ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്കിതിന് ശേഷം വണ്ടി ഒരു 2 മിനിറ്റ്സ് റെസ്റ്റിന് വെക്കാം. ആ സമയത്തിനുള്ളിൽ നല്ലൊരു ഷാംപൂ പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടെറോൾജി എന്ന ബ്രാൻഡാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓൾവേസ് യൂസ് എ കാർ ഷാംപൂ. ഒരിക്കലും ഹെയർ ഷാംപൂവും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഞാൻ കുറേ ആൾ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. ഓൺ എ ടൈം അത് നല്ല രീതിയിൽ വണ്ടിക്ക് ഫെയ്ഡിങ് ഉണ്ടാക്കും. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ആസ് യൂഷ്വൽ വി ഹാവ് ടു അപ്ലൈ ദ ഷാംപൂ. അപ്പം ആദ്യം തന്നെ ഒരു ക്ലീൻ വാട്ടർ എടുത്ത് അതിൽ നമ്മൾ നല്ലവണ്ണം മുക്കുക. എന്നിട്ട് ശേഷം മാത്രം നമ്മൾ ഷാംപൂവിൽ ആ ക്ലോത്ത് ഇടുക. നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം മാത്രം വണ്ടിയിൽ ടച്ച് ചെയ്യുക. ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വണ്ടിയിലെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ പാടേ കുറയും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതും സ്ക്രാച്ച് കുറക്കാൻ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം ബാക്കി എല്ലാ സ്ഥലത്തും കൂടി ഞാൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിൽ നിന്നും താഴേക്ക് മാത്രം വാഷ് ചെയ്യുക. ഒരിക്കലും താഴെ നിന്നും മുകളിലേക്ക് വാഷ് ചെയ്യാൻ പാടില്ല. അത് വണ്ടിയിലെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ കൂട്ടും. അതുപോലെ തന്നെ എല്ലാ ഗ്യാപ്സിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഷാമ്പൂവും കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇലക്ട്രിക്കൽ സൈഡ് സൂക്ഷിക്കുക, അവിടെ അധികം അപ്ലൈ ചെയ്യേണ്ട. ബാക്കി സ്ഥലത്തൊക്കെ മാക്സിമം കവർ ചെയ്യണം. വണ്ടി എപ്പോഴും വാഷ് ചെയ്യുമ്പം വളരെ ജെൻറ്റിലായി മാത്രം വാഷ് ചെയ്യുക. ഹാർഷായിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഷാമ്പൂവും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് എല്ലാ ഭാഗത്തും കവർ ചെയ്യാനും ശ്രദ്ധിക്കണം. സോ നമ്മൾ അപ്പർ പാർട്ട് കംപ്ലീറ്റ് ആയി ലോവർ പാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഷാമ്പൂവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വണ്ടി ക്ലീൻ ചെയ്യുക. ചെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. ഞാനത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ റീസെൻ്റ്ലി ആണത് ക്ലീൻ ചെയ്തത്. ഈ എൻജിൻ്റെ ഫിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ബ്രഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. സോ നമ്മളങ്ങനെ വണ്ടിയുടെ ലോവർ ബോഡി മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ബ്രഷ് എടുത്ത് വണ്ടിയുടെ ടയറിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യുക. വണ്ടിക്കൊരു ക്ലീൻ ലുക്ക് കൊടുക്കാൻ ഇതൊരു മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുക. അപ്പം ഇതേപോലെ തന്നെ ബാക്ക് ടയേഴ്സും കാര്യങ്ങളും കൂടി ക്ലീൻ ചെയ്യുക. ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം വീഡിയോ കാണിക്കാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ക്ലീൻ വാട്ടർ ഉപയോഗിച്ച് ആ ഷാമ്പൂവും കാര്യങ്ങളൊക്കെ ഇളക്കി കളയേണ്ടതാണ്. എപ്പോഴും മേലെ നിന്നും താഴേക്ക് പോകുവാൻ ശ്രദ്ധിക്കുക.
നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വണ്ടി ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ബൈക്കിൻ്റെ റിസൾട്ട് ആഫ്റ്റർ ക്ലീനിങ്. കുറച്ച് ടൈം എടുത്ത് വണ്ടി ക്ലീൻ ചെയ്താൽ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് വണ്ടി കാണാൻ സാധിക്കും. ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.